പഴയ മനുഷ്യന്റെ ആറാമത്തെ ജീർണത. ദൈവീക ജീവനിൽ നിന്ന് അവർ അകറ്റപ്പെട്ടിരിക്കുന്നു. ദൈവവുമായി ഒരു ബന്ധമില്ലാത്തതുപോലെ ജീവിക്കുന്നു. ഒരു മനുഷ്യൻ പറയുന്നു, ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്തുപറ്റി? ഉക്രൈനിൽ യുദ്ധം നടക്കുന്നത് കണ്ടില്ലേ? ദൈവമില്ല. കാരണം യുദ്ധം നടക്കുന്നു, ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പഴയ മനുഷ്യന്റെ ജീർണതയാണ് കുഞ്ഞേ നീ ദൈവീക ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു എന്നത്. നിന്റെ കണ്ണ് ചലിക്കുന്നുണ്ടോ? നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടോ? നീ വെച്ച് പിടിപ്പിച്ചതാണോ നിന്റെ കണ്ണിന്റെ കാഴ്ച? ശൂന്യതയിൽ നിന്ന് നിനക്കുണ്ടായതാണോ നിന്റെ കണ്ണിന്റെ കാഴ്ച? നിന്റെ കാതിന് കേൾവിയില്ലേ? നീ വെച്ച് പിടിപ്പിച്ചതാണോ കാതിന്റെ കേൾവി? ശൂന്യതയിൽ നിന്നുണ്ടായതാണോ? ദൈവത്തിന് നേരെ ഉയരാൻ നിന്റെ സ്വരം ഉണ്ടല്ലോ, നീ ഉണ്ടാക്കിയെടുത്തതാണോ സ്വരം? പറഞ്ഞു വരുന്നത്, പഴയ മനുഷ്യന്റെ ജീർണത കൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ഈശോ അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 60-ാമത്തെ തിരുവചനം, മരിച്ചവർ അവരുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. ദൈവിക ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നവർ മരിച്ചവരാണ്. കണ്ണും കാതും ഒക്കെ ചലിക്കുന്നുണ്ട്, പക്ഷെ മരിച്ചവരാണ്. കൈയും കാലും ഒക്കെ ഉണ്ട്, മരിച്ചവരാണ്. ഹൃദയമിടിപ്പുണ്ട്, ശ്വാസമുണ്ട്, മരിച്ചവരാണ്. ശ്വാസമുണ്ടോ? നന്നായിട്ട് ബാക്കിയുള്ളവരെടുക്കുന്നതിൽ കൂടുതൽ ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷെ മരിച്ചവരാണ്. ഹൃദയമിടിക്കുന്നുണ്ടോ? 1-ന് 2 ഇടിക്കുന്നുണ്ട്, പക്ഷെ മരിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പഴയ മനുഷ്യന്റെ ജീർണത. എങ്ങനെ നിനക്ക് പുതിയ മനുഷ്യനെ ധരിക്കാൻ കഴിയും? പഴയ മനുഷ്യന്റെ ജീർണത മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുമ്പോഴാണ് നീ പുതിയ സൃഷ്ടിയാവുന്നത്.